ലോകമെമ്പാടും വീക്ഷിക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണുന്ന ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ. അല്പസമയത്തിനുള്ളിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ലോക T20 മാച്ച് നടക്കും. അമേരിക്കയിലാണ് മത്സരം നടക്കുന്നത്. ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോൾ തത്സമയം ടെലിവിഷൻ സ്ക്രീനിന് മുന്നിൽ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പോൾ നമ്മളുടെ യൂട്യൂബിൽ തന്നെ 1 ലക്ഷത്തിനോടടുത്ത് പ്രേക്ഷകർ തത്സമയം ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. വരുന്നു അധികാരത്തിന്റെ ഇടനാഴിയിൽ ലോകത്തെ ഏറ്റവും പ്രധാനമന്ത്രി 7:15 ചടങ്ങ്. 7:12 പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം എത്തുന്നു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാനായി അദ്ദേഹത്തിന്റെ കോൺവോയ് വാഹനത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളാണ്. ഇനി 2.5 മിനിറ്റ് മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 180 സെക്കൻഡുകൾ കൊണ്ട് ഇത് രാഷ്ട്രപതി ഭവന്റെ എൻട്രിയാണ് കേട്ടോ. രാഷ്ട്രപതി ഭവനിലേക്കുള്ള എൻട്രിയാണ്, ആ വഴിയാണത്. സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, NSG കമാൻഡോസ്, ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനത്തെ അനുഗമിക്കുന്നവർ എല്ലാവരും വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ മനോഹരമായ വരവിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇനി 2 മിനിറ്റ് സമയം മാത്രം. അതാണ് വാഹനം അല്പം നമ്മുടെ ഡിലേ ആയത്. അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി, നേരത്തെ തന്നെ പ്രധാനമന്ത്രി ഇറങ്ങി. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിന്ന് നേരത്തെ തന്നെ ഈ രാഷ്ട്രപതി ഭവന്റെ സമീപത്തേക്ക് എത്തിയിരുന്നു. 1-2 മിനിറ്റ് അവിടെ വൈകിയതിനു ശേഷമാണ് ഉപരാഷ്ട്രപതി കടന്നുപോയ സമയമാണ്. ഉപരാഷ്ട്രപതിയായിരുന്നു അപ്പൊ നമ്മൾ കണ്ടത്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം റെയ്സ്ന ഹിൽസിലേക്ക് എത്തിച്ചേരുന്നു. പ്രധാനമന്ത്രി ഈ വാഹനത്തിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ റേഞ്ച് റോവർ വാഹനത്തിലാണ്. രാഷ്ട്രപതി ഭവനിലേക്ക് അപൂർവമായി മാത്രമേ ഇത്തരം വാഹനങ്ങൾ എത്തൂ. പ്രധാനപ്പെട്ട നരേന്ദ്രമോദി ഒരു വെള്ള കുർത്തയാണ് ഇട്ടിരിക്കുന്നത് അല്ലേ? ഓവർകോട്ടിന്റെ കളർ എന്തായിരിക്കും എന്നുള്ളതാണ്. നീലയായിരിക്കാനാണ് സാധ്യത. വെള്ള വസ്ത്രത്തിൽ ഒരുപക്ഷെ ഓവർകോട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അത് കാണുന്നുണ്ട്. നോക്കൂ, നീലാകാശത്തിന്റെ നിറം സ്വന്തം ഓവർകോട്ടിലേക്ക് ചാലിച്ച് നരേന്ദ്രമോദി എത്തുന്നു. ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് ആകാശത്തോളം വലുപ്പം നൽകി. ന്യൂ ഇന്ത്യ, developed India, aspirational India. This is NDA, this is Narendra Modi, recharged Narendra Modi. അധികാരത്തിലേക്ക് റീചാർജ് ചെയ്ത നരേന്ദ്രമോദി എത്തുന്ന കാഴ്ചയാണ് പ്രേക്ഷകരെ കാണുന്നത്. 3-ാം ഊഴത്തിൽ റീചാർജ് ചെയ്ത നരേന്ദ്രമോദി. ഇതാ നരേന്ദ്രമോദി എത്തുന്നു. റെയ്സ്ന ഹിൽസിന്റെ പടവുകൾ കയറി നരേന്ദ്രമോദി എത്തുകയാണ് അധികാരത്തിലേക്ക്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ ഇതാ നരേന്ദ്രമോദി എത്തിയതോടുകൂടി എല്ലാവരും നരേന്ദ്രമോദിയെ എഴുന്നേറ്റ് ആവേശം ജനിക്കുന്ന നിമിഷം എല്ലാവരെയും കൈകൂപ്പി വണങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ അപൂർവമായ കാഴ്ചകളിലൊന്ന്. ഇന്ത്യയെ മുഴുവൻ തലകുനിച്ചു വണങ്ങുന്ന നരേന്ദ്രമോദിയാണ് പ്രേക്ഷകർ കാണുന്നത്. NDAയുടെ പാർലമെന്ററി മീറ്റിംഗിൽ ഭരണഘടനയെ താഴ്വണങ്ങുന്ന പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു. ഇതിപ്പോൾ ഇന്ത്യൻ ജനതയെ താഴ്വണങ്ങുന്ന നീത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നമ്മൾ കാണുന്നു. റെയ്സ്ന ഹിൽസിലെ മനോഹരമായ രാഷ്ട്രീയ സായാഹ്നത്തിൽ ലോകമെമ്പാടുമുള്ള നേതാക്കളും ജനതയും കണ്ണുകൾ പൊട്ടിച്ചിരിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി നരേന്ദ്രമോദി ആ ചിരി ഇന്ത്യ മുന്നണിക്കുള്ള ചിരിയാണ്. സ്മൈലിംഗ് പ്രൈം മിനിസ്റ്റർ. തൊട്ടടുത്ത് ഉള്ളത് അമിത്ഷായും, അമിത്ഷയ്ക്കടുത്ത് രാജ്നാഥ് സിംഗും, ഒപ്പം നിതിൻ ഗഡ്കരിയും, JP നദ്ദയും, ശിവരാജ് സിംഗ് ചൗഹാനും, നിർമ്മലാ സീതാരാമനും. ഒരുപക്ഷെ മന്ത്രിസഭയിലെ പോർട്ട്ഫോളിയോ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ബിഗ് ഫോർ തന്നെയായിരിക്കുമെന്ന സൂചനകൾ കിട്ടുന്നു. രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയും കുശലാന്വേഷണം നടത്തുന്നു. തൊട്ടു മുൻപിൽ ജനതയോട് വണങ്ങിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിനായി തയ്യാറെടുത്തിരിക്കുന്നത്. ആശങ്കകൾക്കെല്ലാം വിരാമം